ഹലോ ഫുട്ബോൾ ഫാൻസ്, ആർസണൽ ഫാൻസ്. വെൽക്കം ടു മല്ലു ടോക്സ് ആർസണൽ. മല്ലു ടോക്സ് ആർസണലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോ അങ്ങനെ ഒരു വലിയ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു ബാക്ക് ടു ക്ലബ് ഫുട്ബോൾ. അപ്പം ഒരുപാട് കാര്യങ്ങൾ അതിനിടയ്ക്ക് നടന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓൾസോ ആർസണലിന്റെ വരുന്ന വരുന്ന ഗെയിംസിനെ കുറിച്ചും ഈ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ആർസണൽ വുമൺ ഗെയിം നടന്നിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉള്ള ഒരു വീഡിയോ ആണിത്. എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ദീപക് ബ്രോ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ദീപക് ബ്രോനും കൂടെ വീഡിയോയിൽ സ്ട്രീം ആഡ് ചെയ്യാം. ഹലോ ദീപക് ബ്രോ, നമസ്കാരം. ഹലോ. ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ക്ലബ് ഫുട്ബോളിലേക്ക് തിരിച്ചു വരികയാണ്. ഇന്റർനാഷണൽ ബ്രേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളോ മീൻസ് ഈ ഒരു സോഷ്യൽ മീഡിയ സംഭവത്തിൽ നിന്നും തന്നെ ഞാൻ കുറച്ച് ഭയങ്കര മാറി നിന്നൊരു സാഹചര്യമാണ് ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട്. ആഫ്റ്റർ ആ ചാമ്പ്യൻസ് ലീഗിന്റെ ആ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുട്ബോളിന്റെ ആ ഭാഗത്ത് അല്ലെങ്കിൽ ക്രിക്കറ്റോ സ്പോർട്ട് ഭാഗത്തോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇന്നാണ് ഞാൻ സത്യം പറഞ്ഞ ബാക്ക് ടു ഇത് തന്നെ. കാരണം കുറെ പേഴ്സണൽ റീസൺസ് കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറെ ഉണ്ടായി. അത് കാരണം ആ അതെ അതെ, അല്ല ഇപ്പൊ പൊതുവെ എല്ലാരും ഞാനും ബിസി ആയിരുന്നു. എനിക്കും പറഞ്ഞ പോലെ കുറച്ച് ബിസി കാര്യങ്ങൾ, വീട് മാറുന്നതിന്റെ ഒക്കെ ആയിട്ടുള്ള കുറച്ച് തിരക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് വീഡിയോ ഒന്നും കൃത്യമായിട്ട് അങ്ങോട്ട് കൺസിസ്റ്റന്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഫുൾ ഫോഴ്സിൽ ചെയ്യാൻ അതെ അതെ പറ്റുന്നില്ലായിരുന്നു. അതെ അത് എൽ- അത് എല്ലാരും പണ്ടാണെങ്കിൽ ഞാനോ നീയോ ഇല്ലാത്ത സമയത്താണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞ ആ ഒരു എനിവേസ് ബാക്ക് ടു എനിവേ, നമുക്ക് വരാം. അപ്പൊ ഹോപ്പ്ഫുള്ളി നമുക്ക് ഇനിയും അതുപോലെ വീഡിയോ കൺസിസ്റ്റന്റ് ആയിട്ട് വരുത്താം. എനിവേ, ആർസണൽ ഫുൾഹാമിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നമുക്ക് പറയേണ്ടത്, ആർസണൽ വുമണിനൊക്കെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെ, കാരണം ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. ഒരു കംബാക്ക്. യെസ്, ഒരു കംബാക്ക് അത് അഗേൻസ്റ്റ് റയൽ മഡ്രിഡ്. അവര് ഫസ്റ്റ് ലെഗിൽ 2-0 ഡൗൺ ആയിരുന്നു. അപ്പൊ യു ഹാവ് അതെ ടു ക്രെഡിറ്റ് ദം ഫോർ, അല്ലെങ്കിൽ 3-2. ഇതൊരു ആഹ് ഇതൊരു ആർസണൽ മെൻ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ ഒരു അതെ മെന്റാലിറ്റി, ഈ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ അതെ. ഒന്ന് ജസ്റ്റ് ഒന്ന് കരുതി വെക്കേണ്ടതാണ്. അപ്പോ ആ മാച്ച് ഞാൻ ആക്ച്വലി കണ്ടില്ല. അപ്പം ഞാൻ ആ സ്കോർ മാത്രമേ കണ്ടുള്ളൂ. ബ്രോ മാച്ച് കാണുമെന്ന് ഞാൻ ധരിച്ചായിരുന്നു. ഇല്ല, സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണൽ റീസൺസ് വളരെ അധികം സീനുകളായിരുന്നു. അത് കാരണം ഞാൻ ഫുട്ബോളും കാര്യങ്ങളൊന്നും കുറച്ച് ഒഴിവാക്കി ഉം. നിന്നൊരു സമയമായിരുന്നു. ഇപ്പോഴാണൊന്ന് ബാക്ക് ടു ഉം. സെറ്റിൽ. സോ ഞാൻ അറിഞ്ഞായിരുന്നു കംബാക്ക് നടത്തി ഇതായിരുന്നു. ഒന്ന് ഹൈലൈറ്റ്സ് ഒക്കെ കാണണമെന്ന് പറഞ്ഞ് ഇന്നാണ് ജസ്റ്റ് ഒന്ന് എല്ലാം കണ്ടോണ്ടിരിക്കണം. അപ്പം യെസ്. ഓക്കെ, നൈസ്. അപ്പം പ്രത്യേകിച്ച് എന്ത് നല്ലൊരു റൂസോടെ ഒരു നല്ല രണ്ട് ഗോള് ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു മൊത്തത്തില്. ഇറ്റ്സ് ഗുഡ് പെർഫോമൻസ്, നല്ലൊരു കംബാക്ക്. ഇനിയും ആർസണൽ വുമൺ പ്ലേ ലിയോൺ അഗേൻസ്റ്റ് ലിയോൺ ഇൻ ദ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ. അപ്പുറത്തെ സൈഡില് ബാർസലോണ ചെൽസിയാണ്. അപ്പം ദർ ഇസ് എ ഹോപ്പ്. നമുക്ക് മേ ബി ഇപ്രാവശ്യം ആർസണൽ വുമൺ ആ ഒരു ഇഫ് ദേ ക്യാൻ, എന്താ പറയാ, ഗെറ്റ് ഓവർ ദ ലൈൻ, ഒരു വലിയൊരു നേട്ടമായിരിക്കും അല്ല, ആർസണലിനെ സാധാരണ സംബന്ധിച്ച്. മെൻസ് പോലെ തന്നെ വുമൻസിനും ആ ഒരു ഹേർഡിൽ പോലത്തെ ഒരു സിറ്റുവേഷൻ പണ്ടുണ്ടായിരുന്നു. ഉണ്ട് ഈ ഉണ്ട് പറയുന്ന ഉണ്ട്. ക്വാർട്ടർ ഒക്കെ ആണെങ്കിലും അത് അവർ യെസ് കടന്നു. ഇറ്റ് ഈസ് ലൈക്ക് യെസ് യെസ് സംതിങ് ഡിഫറെന്റ് ഫ്രം പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് യെസ് ആർസണൽ വുമൻസിന്റെ. യെസ്. അപ്പം എന്തായാലും ഹോപ്പ്ഫുള്ളി വി ക്യാൻ വിൻ ദ വുമൻസ്. അപ്പം അതേപോലെ തന്നെ ഇപ്പൊ ഇന്നും മെൻസിലോട്ട് വരുവാണെങ്കിൽ, നമ്മൾ ഇനിയും പ്രീമിയർ ലീഗ് ആണ് ഫസ്റ്റ്. ഓൺ ട്യൂസ്ഡേ നമ്മൾ ഫുൾഹാം ആയിട്ടാണ് മാച്ച് വരുന്നത്. ഹോമിലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്കറിയാം ദർ ഇസ് നോ ചാൻസ് ഓഫ്, മാത്തമാറ്റിക്കലി മാത്രമേ ഇനി ഒരു പോസിബിലിറ്റി എന്നൊക്കെ ആൾക്കാർ പറയുന്നുള്ളൂ. ബട്ട് ദർ ഇസ് നോ, ലോജിക്കലി സ്പീക്കിംഗ് നമുക്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഒരു പ്രാക്ടിക്കൽ സെൻസിൽ ആലോചിക്കുകയാണെങ്കിൽ ലിവർപൂൾ ആർ നൗ ചാമ്പ്യൻ. ദ ചാമ്പ്യൻസ് എന്ന് നമുക്ക് പറയാം. എങ്ങനെയാണ് ഈ മത്സരത്തിലും കാണുന്നത്? എന്താണ് ഇപ്പം ജസ്റ്റ് നമ്മുടെ ഒരു പൊസിഷൻ സസ്റ്റെയിൻ ചെയ്യാനാണോ? രണ്ട് 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 കാര്യങ്ങളാണ് ഞാൻ ഇനി വരാൻ പോകുന്ന ഗെയിംസിൽ നിന്ന് ഞാൻ ആർസണൽ ടീമിൽ നിന്ന്, പ്രീമിയർ ലീഗ് സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ഗെറ്റിംഗ് ബാക്ക് ടു ദ ഫോം. പിന്നെ ഉം, സാക്ക, ഉം, ഐ ഗെസ് ഹീസ് ബാക്ക്. ഓൾമോസ്റ്റ് ബാക്ക് ഉം. ആണെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. ഇവിടെ കേട്ടായിരുന്നു. അതിന് സ്റ്റാർട്ട് യെസ് ചെയ്യുവോ അല്ലെങ്കിൽ യെസ്. ബെഞ്ചിലുണ്ടാവുമോ? ഐ എം നോട്ട് ഷുവർ. ഗ്രൗണ്ട് ട്രെയിനിങ് സാക്ക ഉണ്ട്. അപ്പൊ അതായത് ഫുൾ ടീം ട്രെയിനിങ്ങിൽ സാക്ക ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് സൈൻ. പോസിറ്റീവ് ന്യൂസ്. അപ്പം അതൊക്കെ ആകുമ്പം ഇത് സാക്കയ്ക്ക്, ഇൻ പെർസ്പെക്റ്റീവ് ഓഫ് സാക്ക നോക്കിക്കഴിഞ്ഞാൽ ഈ കളിയിൽ സാക്കയ്ക്ക് മാച്ച് ഫിറ്റ്നസ് കിട്ടാനുള്ള, അല്ലെങ്കിൽ
കുറച്ച് ഗെയിം മിനിറ്റ്സ് കിട്ടാനുള്ള മാച്ചുകളായിട്ട് ഞാൻ കൺസിഡർ ചെയ്യും ഇൻ ടേംസ് ഓഫ് സാക്ക. മൊത്തത്തിൽ ടീമിനെ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ ഒരു കോൺഫിഡൻസ് ബിൽഡർ ആയിട്ട് മാത്രം, ലൈക്ക് ഫോർ ദ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ കോൺഫിഡൻസ് ബിൽഡർ ആയിട്ടും ടോപ്പ് 4 മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള കുറച്ച് ഗെയിംസ് ആയിട്ട് ഞാൻ ഇത് കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ലൈക്ക് ഓവർ പ്രഷർ ഇട്ട് പ്രീമിയർ ലീഗ് ഇനിയും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കളിക്കാതിരിക്കാന്ന് ഞാൻ അവരോട് മീൻസ് ഇഫ് പോസിബിൾ പറയുള്ളൂ. അല്ലെങ്കിൽ ചാൻസ് ഇല്ല. എനിവേസ് യു നോ ദ റിയാലിറ്റി, ചാൻസ് ഇല്ല. ലൈക്ക് ഓർ എൽസ് ഇറ്റ് ഷുഡ് ബി എ മിറാക്കിൾ. അത് നടന്നിട്ടില്ല അങ്ങനെ. സോ ഇത്രയും ഒരു ഡിഫറൻസ് അങ്ങനെ ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് എന്റെ ഓർമ്മയിലില്ല. സോ there is ഡെഫിനറ്റ്ലി no മിറാക്കിൾ ഒന്നുമില്ല. നോ ചാൻസ്. ഈവൻ അഗൈൻ ലിവർപൂൾ ഡ്രോപ്പ് ചെയ്താൽ പോലും വി കനോട്ട്, നമുക്ക് ആ ഒരു റണ്ണ് പോകാൻ പറ്റില്ല. നമുക്ക് ഈ സീസൺ നമുക്ക് അറിയാം. കാരണം അതെ. അതിനുള്ള അല്ല, അതാണ് അതിനുള്ള ഞാൻ സ്കോർ പറഞ്ഞത്. ഇല്ല. കഴിഞ്ഞ സീസണൊക്കെ നമ്മൾ 10 കളിയൊക്കെ അടുപ്പിച്ച് ഒരു നല്ല റണ്ണൊക്കെ കൊണ്ടുവന്നായിരുന്നല്ലോ. സോ ഐ ഡോണ്ട് വോണ്ട് ആ 10 കളിയുടെ റണ്ണൊന്നും, അല്ലെങ്കിൽ എത്ര 9 കളിയല്ലേ ഇപ്പൊ ഇനിയുള്ളൂ ബാക്കി, 9 കളിയല്ലേ. 9 ഗെറ്റ് 3 ഗെയിംസ് റൺ, ഒരു 3 ഗെയിം പ്രോപ്പർ റൺ നടക്കുക. ഡോണ്ട് തിങ്ക് അബൌട്ട് ലിവർപൂൾ. നമ്മുടെ താഴെയുള്ള ടീമുകളെ നോക്കുക, അവര് നമ്മുടെ അടുത്ത് വരാതിരിക്കാൻ നോക്കുക. ഫിനിഷിംഗ് ടോപ്പ് 2, ഫോക്കസ് ഓൺ ചാമ്പ്യൻസ് ലീഗ്. ആ ചാമ്പ്യൻസ് ലീഗ് ഗെയിമിന് ഫസ്റ്റ് ലെഗിൽ തന്നെ എന്തേലും ഒരു പോസിറ്റീവ് സൈഡ് കാണാൻ നോക്കുക. കാരണം സെക്കൻഡ് ലെഗ് ഈസ് മച്ച് ടഫർ. മറ്റേ ബേർണബോവിലാണ്. സോ ഭയങ്കര ടഫർ ഗെയിം ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഡോണ്ട് ഫോക്കസ്. ആ 2 ലെഗിൽ ഇതാക്കാൻ പറ്റില്ല. ഞാൻ പറയാം, ഫസ്റ്റ് ലെഗിൽ നമ്മൾ തീർക്കണം, അല്ല നടക്കും ഒന്നല്ല പറയണേ. ആസിൽ ഫോക്കസ് ചെയ്യേണ്ട. കളി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ജയിക്കും, അത് ക്ലിനിക്കലായിട്ട് ജയിക്കാനുള്ള പ്രതീക്ഷയിലാണല്ലോ നിൽക്കുന്നത്. അപ്പം ആ ഗെയിമിൽ ഫോക്കസ് കൊടുത്ത് ആ ഗെയിം കൂടുതൽ നമ്മുടെ കൺട്രോൾ വരാൻ രീതിയിലും ഇഞ്ചറീസ് വരാതിരിക്കാനും ഒക്കെ കുറെ ഇത് ചെയ്യുക. അത്രേ ഉള്ളൂ. അതെ. സെയിം ഇത് തന്നെയാണ് എനിക്കും. ഇപ്പൊ ഇനിയും മാക്സിമം കുറച്ചുകൂടെ സേഫ് ആയിട്ട് കളിക്കുക. അതായത് ഇനി ഒരു വലിയ ഇപ്പൊ സാക്കിക്ക് ഒരു ഇഞ്ചറി വന്നു. അപ്പൊ ഇനി ഇപ്പൊ നമ്മള് പെട്ടെന്നൊരു ഞാൻ കേട്ടിടത്തോളം ഒരു ഗ്രേഡ് 3 ഇഞ്ചറി എന്നൊക്കെയാണ് വിദഗ്ധർ പറഞ്ഞു കേട്ടത്. അപ്പം ഇറ്റ്സ് ലൈക്ക് അത്ര ബാഡ് ഇഞ്ചറി ആണെന്ന് വെച്ചാൽ അല്ല, എന്നാ യു ഷുഡ് ബി വെരി കെയർഫുൾ എന്നുള്ളതാണ്. അതായത് പെട്ടെന്നൊരു ഇതുപോലെ ഒരു ഹൈ ഇന്റൻസിറ്റി ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ദെൻ ഈവൻ ഡീപ്പർ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. സോ കുറച്ചുകൂടെ സേഫ് ആയിട്ട് കളിപ്പിക്കും. ഓഫ് കോഴ്സ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ആക്ച്വലി ഇഞ്ചറീസ് നല്ല രീതിക്ക് തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാനേജ്മെന്റ് ആണുള്ള ഇഞ്ചറി ടീമാണെങ്കിലും പൊതുവെ ഞാൻ ആ ഒരു പുതിയൊരു ഫിസിയോ ടീമൊക്കെ മെഡിക്കൽ ടീമൊക്കെയാണ് എനിക്ക് നമുക്കിപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കണ്ടിടത്തോളം ഇപ്പം മാനേജ് നോട്ട് ബാഡ്. ഒരു വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇഞ്ചറീസ് ആർ പാർട്ട് ഓഫ് ദ ഗെയിം. നമ്മൾ ആസ് എ സ്ക്വാഡ് വി ഷുഡ് ബി ഏബിൾ ടു മാനേജ് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അത് മെയിൻ ഇതെന്താ പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ തോന്നുന്നത് എന്താ പറയുക, ബിക്കോസ് ഇറ്റ് ഇസ് ഗ്രേഡ് 3 ന്യൂസ് കേട്ടതുകൊണ്ട് മേ ബി സാക്ക വാസ് റെഡി ടു സ്റ്റാർട്ട്. മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയിക്കാം, ലൈക്ക് ഇഫ് ഹി ഹാഡ് പുഷ്ഡ്. പക്ഷെ അത് പുഷ് ചെയ്യാണ്ട് അവന് ഫുൾ ഫിറ്റ്നസ്, അവനാ ആ ഒരു എന്താ ഒരു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇഞ്ചേർഡ് മോർ എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറ്റി ഇനി ഇഞ്ചറി ആവാൻ ചാൻസ് ഇല്ല എന്നുള്ള സ്റ്റേജിൽ ചിലപ്പോൾ ടൈം എടുത്തോണ്ടായിരിക്കാം മേ ബി പ്ലാനിങ് ടു സ്റ്റാർട്ട് ഫ്രം ഏപ്രിൽ. അതായിരിക്കുള്ളൂ മോസ്റ്റ്ലി. ഡെഫിനറ്റ്ലി അത് തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം. സോ ഒരു എന്താ പറയാ, നല്ലൊരു മെന്റാലിറ്റിയിൽ തന്നെ സീസൺ ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഒരു ട്രൈ ടു ഗോ ഡീപ്പർ ഇൻ ചാമ്പ്യൻസ് ലീഗ് എന്നുള്ളതല്ലാണ്ട് ഇപ്പൊ ഇനി പറയാനില്ല. അപ്പൊ ഫുൾഹാം മാച്ചിലേക്ക് വരുമ്പോൾ ഫുൾഹാമിന്റെ ഒരു ഇപ്പം അവേ നമ്മൾ പോയപ്പം ഫുൾഹാമായിട്ട് ഡ്രോ ആയിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട് ആ ഒരു മാച്ച്. സാക്കയുടെ ഒരു ഗോള് ഓഫ് സൈഡ് ഒക്കെ ആയതാണ്. സോ തിരിച്ച് ഹോമിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് പ്രതീക്ഷ? അപ്പം ഫുള്ളാമായിട്ട് നമ്മൾ കഴിഞ്ഞ 2-3 സീസണായിട്ട് ആവശ്യമില്ലാത്ത പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് പല കളികളായിട്ട്. സോ ഇറ്റ് ഈസ് എ ട്രിക്കി ഗെയിം. നമ്മുടെ ഈ സാഹചര്യം വെച്ചിട്ട് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ വെരി ട്രിക്കി ഗെയിം. പക്ഷെ ആ ഇന്റർനാഷണൽ ബ്രേക്ക് മേ ബി എ ബൂസ്റ്റ് ആയിരിക്കും ഈ പ്ലേയേഴ്സിനൊക്കെ. കുറച്ച് റെസ്റ്റും കിട്ടി, ഒന്ന് റിഫ്രഷ് മൈൻഡ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് അവർ വരുന്നതിന്റെ ഒരു ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവും. പ്ലസ് ഇതെന്താന്ന് വെച്ചാൽ ദിസ് ഇസ് ലൈക്ക്, ഞാൻ പറയുന്നത് മേ ബി എൻ ഓഡിഷൻ ഫോർ നെക്സ്റ്റ് സീസൺ. നിനക്കൊക്കെ ഏത് പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഷുഡ് വി സെൽ യു എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ പ്ലേയേഴ്സിനെ
മേ ബി ചെറിയ ഓഡിഷൻ രീതിയിലുള്ള 9 ഗെയിംസ് ആയിരിക്കാം. സോ ഇഫ് യു ഉം. ഇംപ്രൂവ്, സോ ഇത് വെച്ച് നോക്കുമ്പോൾ ടോമിയാസുവിനെയൊക്കെ വെച്ചിട്ട് ഒരു കാര്യമില്ല. വൺസ് ഈസ് ബാക്ക്, സെല്ലിം. ടിയർണി ഈസ് ഗോണ ബി സോൾഡ്. അങ്ങനെയൊക്കെ Yeah. വരുമ്പോൾ ജിസൂസിനെ വെച്ച് കാര്യമില്ല. സിൻജെങ്കോ മോസ്റ്റ് പ്രോബബ്ലി, ജോർജിനിയോ ഓൾമോസ്റ്റ് ഡൺ. അങ്ങനെ കുറെ പേര് പോകുന്നുണ്ട്. സോ ആർക്ക് എവിടെ നിൽക്കാം? വിൽ ഹി സ്റ്റാർട്ട് നെക്സ്റ്റ് സീസൺ? അവന് വേണ്ടി റീപ്ലേസ്മെന്റ് വേണോ, അതോ ആ പൊസിഷൻ നമുക്ക് അത്യാവശ്യമായിട്ട് പ്ലെയർ വേണോ എന്നുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി മാർട്ടിനലി, ട്രൊസാർഡ് കേസസ്, Yes. അവരൊക്കെയാണ് മെയിൻ ഫോക്കസ് പോയിന്റ്സ് ഉള്ളത്. അവരെങ്ങനെ പെർഫോം ചെയ്യുന്നതായിരിക്കും മുന്നിൽ കാണുന്നത്. ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് ഫുള്ളം സൈഡ് ബേസ് ചെയ്ത് ഞാൻ തിങ്കുന്നില്ല. ഇപ്പം ഇനിയുള്ള 9 ഗെയിം ഫോക്കസ് ആർസനൽ മാത്രമേ ഉള്ളൂ. കാരണം ഏത് ടീം ആയാലും ഇറ്റ് ഹാസ് ടു ബി പ്ലേഡ്. നമ്മൾ കളിച്ചേ Yes. പറ്റൂ. അപ്പം നമുക്കൊരു എന്തെന്നാ, ജയിച്ചാലും തോറ്റാ നമുക്ക് പണിയാ. ജയിച്ചാൽ വി ആർ ഹാപ്പി. ഡ്രോ പിടിച്ചാലും ഇറ്റ് ഈസ് ഓക്കെ Okay. കറന്റ് Yeah. സിറ്റുവേഷനിൽ, ഇഫ് യു ആർ ഫോക്കസിങ് ഓൺ ചാമ്പ്യൻസ് ലീഗ്. Yeah. 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 ആദ്യത്തെ 3 കളിയിൽ തന്നെ സെക്യൂർ പ്രീമിയർ ലീഗ് ടോപ്പ് 4, നെക്സ്റ്റ് സീസൺ ചാമ്പ്യൻസ് ലീഗ് ഉറപ്പിക്കുക. ദെൻ ഫോക്കസ്, Yeah. ഇഫ് യു ആർ സ്റ്റിൽ ദെയർ ഇൻ ചാമ്പ്യൻസ് ലീഗ്, ഫുൾ ഫോക്കസ് ഓൺ ചാമ്പ്യൻസ് ലീഗ്. പ്രീമിയർ ലീഗ് മറന്നേക്കൂ എന്നുള്ള സിറ്റുവേഷൻ. Yes. അപ്പം ഇതിന്റെ ഈ പറഞ്ഞ നമുക്ക് ഇനി ട്രാൻസ്ഫേഴ്സിന്റെ കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് തന്നെ ഇന്റർനാഷണൽ ബ്രേക്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇപ്പൊ ഇന്റർനാഷണൽ ബ്രേക്കിൽ ആർസണൽ പ്ലേയേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു ഫോം, എല്ലാവരും കളിച്ച എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം ഒരുപാട് പ്ലെയർ നല്ല രീതിയിൽ കളിച്ചു. പലർക്കും ഗോൾ അസിസ്റ്റ്, ഇപ്പൊ ഒഡെഗാർഡിന്റെ കാര്യത്തിലൊക്കെ ഒരു ഹാട്രിക് അസിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡെക്ലൻ റൈസ്, പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ പയ്യൻ ലൂയിസ് കെല്ലിയുടെ ഗോളാണ്. ഫസ്റ്റ് ഗോള് ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ് നമ്മൾക്ക്. ആർസണൽ ഫാൻ ആണെങ്കിലും നമ്മളിങ്ങനെ ഈ അക്കാഡമി പ്ലേയേഴ്സ് ഇങ്ങനെ ഇത്രയും ഒരു സ്പേസ് ഓഫ് 6 months ഗ്രോ ചെയ്ത് ക്ലബിന് വേണ്ടി ഒരു വലിയ ഇമ്പോർട്ടന്റ് ഗെയിംസ് കളിക്കുന്നു. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് കോളപ്പ്, ഒരു നാഷണൽ ടീമിന് വേണ്ടി ഒരു കോളപ്പ് കിട്ടി. അതിൽ തന്നെ ഫസ്റ്റ് മാച്ചിൽ ഒരു ഗോളൊക്കെ അടിക്കാൻ, അങ്ങനെ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു എന്താ പറയാ സത്യം പറഞ്ഞ അച്ചീവ്മെന്റ് 6 ആണ്. മാസം പോലും ഇല്ല. അവൻ റീസെന്റ്ലി ഒന്ന് തിളങ്ങി വന്നത് വിത്തിൻ 2-3 months. ആ യെസ് 2-3 യെസ് യെസ് monthsൽ വന്നു. ഹി വെന്റ് ഡെബ്യൂ ഗെയിമിൽ ഗോൾ അടിക്കുന്നു. ഞാൻ ഇന്നാണ് ആ ഗോളൊക്കെ കണ്ടത്. അപ്പം ഇറ്റ് വാസ് നല്ല കാര്യമാണ്. ആകെ ഒരു സാഡ്നെസ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 1 ഇഞ്ചറി ഫോർ കാലഫിയോറി, ബാക്ക് അഗൈൻ ടു യെസ് വിത്ത് ഇഞ്ചറീസ്. അത് യെസ്. മാത്രമേ ഒരു സാഡ് ന്യൂസ് ആയിട്ടുള്ളൂ. ബാക്കി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആർസണൽ മോസ്റ്റ് പ്ലേയേഴ്സ് ടിംബറും നല്ല, ഒരു ഇഞ്ചറി എന്തോ ഒരു പറയുന്നുണ്ടായിരുന്നല്ലോ, ടിംബറിന് അത് എന്തോ ഇഞ്ചറി ഒരു. സ്കെയർ ആണെന്ന് പറഞ്ഞ. പക്ഷെ ഓക്കെ. മേ ബി ഹി വിൽ ബി പ്ലേയിങ്. എത്രത്തോളം ഡീപ്പാണെന്ന് ഇതുവരായിട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല. അതെ അതെ, ഈ ഇന്റർനാഷണൽ ബ്രേക്സിന്റെ ഒരു വലിയൊരു ഇഷ്യൂ ഇത് തന്നെയാണ്. എപ്പോഴും ഒരു അതെ, ഇഞ്ചറി പ്രോൺ ആവാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്, എപ്പോഴും അതെ. പറയാൻ. ബട്ട് അഗൈൻ അത് വേറെ ഒരു ഡിസ്കഷൻ തന്നെയാണ്, അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ. അപ്പൊ അതേപോലെ പറയാൻ മറ്റൊരു കാര്യം, ഇമ്പോർട്ടന്റ് വെരി വെരി ബിഗ് അനൗൺസ്മെന്റ് ഇന്ന് വന്നിരുന്നു. ഇന്നാണോ ഇന്നലെയായിരുന്നു വന്നിരുന്നത്. ആൻഡ്രേ ബേർട്ട എന്ന് പറഞ്ഞ നമ്മുടെ പുതിയ സ്പോർട്ടിംഗ് സ്പോർട്ടിംഗ് ഡയറക്ടർ, എഡുവിന് ശേഷം പെർമനന്റ് റോളിലേക്ക് വരുന്ന ഒരാളാണ്. അത്ലറ്റിക്കോ മെഡ്രിഡിന്റെ എക്സ് സ്പോർട്ടിംഗ് ഡയറക്ടറാണ്. വലിയ വലിയ സൈൻസ് നടത്തിയ ആളുകളാണ്. 12 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പുള്ളിക്ക് അത്ലറ്റിക്കോ മെഡ്രിഡിലുള്ളത്. എന്താണ് അതിനെ കുറിച്ചുള്ള തോട്ട്സ്? ഒന്ന്, വൺ തിങ് ഫോർ ഷുവർ, എഡുവിനെക്കാട്ടും ഫാസ്റ്റ് ആണ് പുള്ളി. ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കിയാൽ ഫിനിഷിംഗ് ദ ട്രാൻസ്ഫേഴ്സ്, ആ ഒരു പ്ലാനിങ്ങിൽ പുള്ളി പക്കയാണ്. എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിലും ഡിസ്കഷൻ വെച്ചിട്ടാണെങ്കിലും ഒന്ന്. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട്സ് കൂടുതലാണ് കമ്പയർ ടു എഡു. ഇപ്പൊ ഈ പറയുന്ന സ്പാനിഷ് ലീഗ്സിൽ വെച്ചിട്ടാണെങ്കിലും കുറെ കോണ്ടാക്ട്സ് ഉണ്ടാവും. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ തിങ് ഐ എം അഫ്രൈഡ് ഓഫ് ഇസ് മേ ബി അത് സിമിയോണി ആയതുകൊണ്ടായിരിക്കാം കൂടുതലും മറ്റേ ഡിഫെൻസീവ് പ്ലേയേഴ്സോ അങ്ങനെയൊക്കെ പ്ലേയേഴ്സ് അവിടെ വാങ്ങിച്ചു കൊടുത്തത്. മോശമല്ല. അതെ, അതാണ് എന്റെ പേടി. ആർച്ചറ്റട അത് വെച്ച് നോക്കുമ്പോൾ ഡിഫെൻസീവ് പ്ലെയർ, അതിനൊക്കെ ഇപ്പോഴോ അത്ലറ്റിക്കോ ഞാനൊന്നും കൊണ്ടുവരാം ഇവിടുന്ന്. പക്ഷെ ഫോർവേഡ് വയ്ക്കുമ്പോൾ ഉള്ള പ്രശ്നം അതാണ് അവിടുത്തെ മേജർ കൺസെപ്റ്റ്. മേ ബി ഞാനും കുറച്ചുകൂടെ സ്പാനിഷ് പ്ലേയേഴ്സിനെ പ്രതി, കാരണം എഡു ആയിരുന്നപ്പോ കൂടുതലും ബ്രസീലിയൻ ടാലൻസ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇനിയിപ്പോ ഒരു സ്പാനിഷ് പ്ലേയേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ ലൈക് ബഡ്ഡിംഗ് പ്ലേയേഴ്സ് ഒക്കെ ആണെങ്കിലും ഐ സീ മോർ ഓൾസോ. ഈ ഒരു ട്രാൻസ്ഫർ നമ്മുടെ സുബിമെൻഡി ഡീല് ക്ലോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുന്നു. എന്താ അതിനെ കുറിച്ച് അഭിപ്രായം പറയും? ബ്രോ, സുബിമെൻഡി ഡീൽ ഓൾമോസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതായിരിക്കാം. മനസ്സിലായോ? അത് ഫിനിഷിംഗ് ടച്ചസ് മേ ബി നമുക്കിപ്പം എത്താറായി.
പക്ഷെ യെസ്, എത്തിയിട്ടില്ല. ബട്ട് അഗെയിൻ അത് ഒരു റൂമർ ഉണ്ട്, റിയൽ മാഡ്രിഡ് ഓൾസോ മോണിറ്ററിങ്, അല്ലെങ്കിൽ അതാ റിയൽ മാഡ്രിഡ് ആർ ഓപ്പൺ ടു എനിക്കൊന്ന് കോമ്പീറ്റ് ഓൺ ദിസ് ട്രാൻസ്ഫർ എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതാ അങ്ങനെയാണെങ്കിൽ അതാ അതാണ് ഞാൻ there is പറഞ്ഞത്. a problem. അവിടെയാണ് ഈ പറയുന്ന അല്ലല്ല അവിടെയാണ് വ്യത്യാസം. സോ അവിടെ ഈ എഡു ആയിരുന്നെങ്കിൽ വി വുഡ് ഹാവ് ലോസ്റ്റ് മേ ബി ദാറ്റ് സിറ്റുവേഷൻ, ബിക്കോസ് നമ്മൾ ഡിലേ ചെയ്യുന്നുണ്ടായി. ഏത് ട്രാൻസ്ഫർ ആണെങ്കിലും ഡിലേ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ജനുവരി വിൻഡോ അല്ലെങ്കിൽ ഏത് ട്രാൻസ്ഫർ വിൻഡോയിൽ സ്റ്റാർട്ടിൽ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ അത് എൻഡ് ഓഫ് ദ സീസൺ ആയിരിക്കും. ആ മേജർ ഒരു സൈനിങ് നമ്മൾ നോക്കുന്നത് എൻഡ് ഓഫ് ദ സീസൺ വരെ ഡ്രാഗ് ചെയ്ത് Yes, ഈവൻ yes. എക്സിറ്റ്സോ ഈവൻ വാങ്ങുന്നതോ എല്ലാം ഡ്രാഗ് ചെയ്യുമായിരുന്നു. അപ്പം മേജർ സൈനിങ്സ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകും. സൈഡിൽ നിന്ന് ഓരോ സൈനിങ്സ് എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്, അത് നടന്നു പോകുന്നുണ്ട്. ആ ഒരു ട്രാക്ക് റെക്കോർഡാണ് എഡുവിന്. പക്ഷെ Yes. ഇൻ കേസ് ഓഫ് ദിസ് പേഴ്സൺ, പുള്ളിയുടെ ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന മെയിൻ ടാർഗറ്റ് ആയിരിക്കും. മെയിൻ ടാർഗറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് പോവുക. ഞാൻ അത്ലറ്റിക്കോയിൽ കണ്ടതിൽ വെച്ച് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഇറ്റ് ഈസ് അത് കാരണം ആൻഡ് വിത്ത് ഹിസ് എന്താ ഈ പറയുന്ന 12 വർഷത്തെ എക്സ്പീരിയൻസും ഹോൾഡും ഈ പറയുന്ന ആൾക്കാരെ അറിയുന്നതും വെച്ചിട്ട് ഇറ്റ് ഷുഡ് കംപ്ലീറ്റ് ബിഫോർ, ലൈക്ക് അത് പെട്ടെന്ന് നടക്കും. മേ ബി നെക്സ്റ്റ് സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പ്രീ ഡീല് നടക്കേണ്ടതാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൈൻ ചെയ്യാന്ന് മാത്രം. അതെ, മേ ബി ബേർട്ടയ്ക്കുള്ള എനിക്ക് തോന്നുന്നു ബേർട്ടയുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് മെയിൻലി ഫസ്റ്റ് ഈ സുബിമെന്റി ഡീൽ ക്ലോസ് ചെയ്യുക as soon as possible, and the next is get the striker in as soon as possible. ഇത് രണ്ടുമായിരിക്കാം മേ ബി ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് കിടക്കുന്നത്. ഓർ മേ ബി സ്ട്രൈക്കർ ഒന്നും ആയിരിക്കില്ല ചിലപ്പം. നമുക്കറിയാം ഇത് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ അറ്റാക്കിങ് കളിച്ചിരുന്ന സമയത്ത് ഒരു സ്ട്രൈക്കർ ഇല്ലാഞ്ഞിട്ട് നമ്മൾ വളരെയധികം ഗോൾ അടിച്ച സമയങ്ങളുണ്ടായിരുന്നു. അപ്പം ഐ തിങ്ക് ഇഫ് നോട്ട് ഫോർ എ സ്ട്രൈക്കർ വി മൈ ഗെറ്റ് ടു ഫോർവേഡ്സ് എന്നൊരു ചാൻസസ് ഞാൻ കാണുന്നു. ബിക്കോസ് ദർസ് എ റൂമർ ലൈക് ഇസാക്ക് എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ എത്രത്തോളം കിട്ടുമെന്നുള്ളത് എനിക്ക് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അലക്സാണ്ടർ ഇസാക്ക് എന്ന് പറഞ്ഞ പ്ലെയർ നമുക്ക് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഇറ്റ്സ് വെരി ഇമ്പോസിബിൾ എന്ന് തന്നെ വേണം പറയാൻ പറ്റും, എസ്പെഷ്യലി ആഫ്റ്റർ വിന്നിങ് ദ കപ്പ് ആൻഡ് ഓൾ. അപ്പം എനിക്ക് തോന്നുന്നത് മേ ബി ഇഫ് നോട്ട് ഇസാക്ക് ദെൻ വൈ നോട്ട് ഗോ ഫോർ എ സ്ട്രൈക്കർ ലൈക്ക് ഗിക്കോറസ് ആൻഡ് നീക്കോ വില്യംസ്, ഒരു വിങ്ങർ. അതെ, ഞാൻ പ്രിഫർ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഒന്നെങ്കിൽ ഐദർ സെസ്കോ, ഗിക്കോറഷ്, നീക്കോ വില്യംസ്. ഈ പറയുന്ന സെസ്കോ, ഗിക്കോറഷ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം. എന്റെ പേഴ്സണൽ ചോയ്സ് ഞാൻ പറയുകയാണെങ്കിൽ ഗിക്കോറഷ് ആയിരിക്കുള്ളൂ. കാരണം അവന്റെ ആ ഗെയിം സ്റ്റൈൽ കാണുമ്പോൾ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ഈ എന്താ പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഷൂട്ട് ചെയ്യാൻ ആൾക്കറിയാം, ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കാൻ അറിയാം, പേസ് ഉണ്ട്, പൊസിഷനിങ് ഉണ്ട്, എത്താൻ അറിയാം, ബോൾ എവിടെ വരും എന്നുള്ളൊരു ആ ഒരു കാൽക്കുലേഷൻ കുറച്ച് കളിയിൽ കണ്ടിട്ട് തോന്നിയിട്ടുണ്ട്. ദാറ്റ് ഈസ് വൺ സ്ട്രൈക്കർ പൊസിഷനിൽ ഇതാണ്. നീക്കോ വില്യംസ് കൺസിഡറിങ് ദിസ് പേഴ്സൺ ബെർട്ട മേ ബി സ്പാനിഷിന്റെ ഇത് വെച്ച് ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ചിലപ്പം കിട്ടാം. ദാറ്റ് ഈസ് വൺ പോസിറ്റീവ് ന്യൂസ് ആണ് ഇത് വെച്ച് നടക്കുന്നത്. ആൻഡ് അറ്റ്ലീസ്റ്റ് ഐ എം ഹാപ്പി. ഞാൻ എന്താ ഹാപ്പി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ സീസൺ കഴിയുന്നതിന് മുന്നേ നമുക്ക് സ്പോർട്ടിംഗ് ഡയറക്ടർ കിട്ടി. അടുത്ത സീസൺ സ്റ്റാർട്ടിന് മുന്നേ ഒരാൾ വന്നു, പുള്ളിക്ക് സെറ്റിലിംഗ് ടൈം കിട്ടി. പുള്ളിക്ക് ഇപ്പം ഒരു 9 കളി കണ്ടിട്ട് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം, ഡിസൈഡ് ചെയ്യാം, കോച്ചായിട്ട് ഡിസ്കഷൻ ചെയ്യാൻ ടൈം കിട്ടും. സോ അതൊക്കെയാണ് മെയിൻ അഡ്വാൻറ്റേജസ്. പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ എന്താ സിറ്റുവേഷൻ അനുസരിച്ച് അതിന് വേണ്ടതും പുള്ളിക്ക് ഒന്ന് നോക്കാം. സോ ദാറ്റ് ഈസ് ഹോൾ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഹി ക്യാൻ ലുക്ക് ഇൻ ടു. അതെ, അപ്പം നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് സൈനിങ് ഓൾ ടുഗദർ. നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് ആണ് കാര്യങ്ങൾ. ബട്ട് എത്രത്തോളം പോസിറ്റീവ് ആണെന്നുള്ളത് അറ്റ് ദി എൻഡ് ഓഫ് ദ നെക്സ്റ്റ് സീസൺ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓർ ദ നെക്സ്റ്റ് വിന്റർ ട്രാൻസ്ഫർ വിൻഡോ. കാരണം നമുക്ക് ഇതിന്റെ ക്ലിയർ സയൻസ് മനസ്സിലായി. ഒരു ടെക്നിക്കൽ ഡയറക്ടർ, സ്പോർട്ടിംഗ് ഡയറക്ടർ ഇല്ലാത്തതിന്റെ ഒരു മെയിൻ ഇഷ്യൂ നമുക്ക് മനസ്സിലായത് ഈ കഴിഞ്ഞ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലാണ്. ഒരു സൈനിങ് പോലും നമ്മൾ ചെയ്യാണ്ട് പോയത് ക്രിമിനൽ ആയിട്ടുള്ളൊരു പരിപാടിയായി പോയി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ് തന്നെയാണ് ഫ്രം ആർസണൽ. അപ്പം ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ പുഷ് ഫോർ നെക്സ്റ്റ് സീസൺ എന്നുള്ളത്. അതോടൊപ്പം നമ്മള് ഫുൾഹാം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഗെയിം എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡ് ആണോ ഫസ്റ്റ്? അല്ലല്ല, വീക്കെൻഡ് ഒരു ഗെയിം ഉണ്ട്. വീക്കെൻഡ് ഒരു ഗെയിം ഉണ്ട്. അതെ, ഓക്കെ. താരം എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല.
നോക്കണം. അത് കഴിഞ്ഞാൽ യെസ് ദ ബിഗ് ഗെയിം ചാമ്പ്യൻസ് ലീഗ്. അപ്പൊ അതിന് നമ്മൾ എന്തായാലും സെപ്പറേറ്റ് നമ്മൾ അല്ലാണ്ട് തന്നെ ഒരു പ്രീവ്യൂ വീഡിയോ നമ്മൾ ചെയ്യും. ഹോപ്പ്ഫുള്ളി ഇഫ് നമുക്ക് പറ്റുകയാണെങ്കിൽ റയൽ മാഡ്രിഡിലെ ആരെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവിനെ കൂടെ ചേർത്ത് നമ്മളൊരു വീഡിയോ അത് ചെയ്യുന്നതായിരിക്കും. കൊണ്ടുവരാടാ. അത് ഞാൻ സംസാരിച്ചോളാം. അത് നമുക്ക് സെറ്റ് ചെയ്യണം. ഉം. അപ്പം മറ്റൊന്നും ഡിസ്കസ് ചെയ്യാനില്ലെങ്കിൽ എന്നാ പിന്നെ നമുക്ക് പതുക്കെ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ വൈൻഡ് അപ്പ് ഒറ്റ കാര്യമുള്ളൂ, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ സോറി പറയാണ്. കാരണം നമുക്ക് പേഴ്സണലി കുറച്ച് റീസൺസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൽ കുറേ പ്ലാൻസ് ഉണ്ടായി, ലിറ്ററലി നല്ല കുറേ പ്ലാൻസ് ഉണ്ടായി. ഈ കുറേ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാത്തത്. സോ ഹോപ്പ്ഫുള്ളി വിൽ ബി ബാക്ക് വിത്ത് ലോട്ട് ഓഫ് വീഡിയോസ്. കൺസിസ്റ്റന്റ്ലി ഞങ്ങൾ ചെയ്യാം. നിങ്ങൾ തന്നുകൊണ്ടിരുന്ന സപ്പോർട്ട് കുറയ്ക്കാതിരിക്കുക. ഇനിയും കുറേ സപ്പോർട്ട് ചെയ്യുക. സോറി ഫോർ നോട്ട് ബ്രിങ്ങിങ് സം വീഡിയോസ് ഡ്യൂറിങ് ദിസ് ഇന്റർനാഷണൽ ബ്രേക്ക്. യെസ് അപ്പം പറഞ്ഞ പോലെ അപ്പൊ നമുക്കിനിയും മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പം താങ്ക് യു സോ മച്ച് ദീപക് ബ്രോ ഫോർ ജോയിനിങ് ദി സ്ട്രീം. അപ്പൊ നമുക്കിനിയും അടുത്ത മാച്ച് വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് സെക്ഷനിൽ എഴുതുക. ആൻഡ് ഓൾസോ ഗിവ് എ ലൈക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം വീഡിയോ ലൈക്ക് ചെയ്യുന്നതോട് കൂടി നമുക്ക് ഈ വീഡിയോ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്താൻ സഹായിക്കും. അപ്പൊ ഇനി ആർസണൽ ഫാൻസ് ഉണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്താൻ ഈ വീഡിയോ സഹായിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പം ഇനിയും കാണുന്നവരെ കം ഓൺ യു ഗണ്ണേഴ്സ്.